മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. നിലമ്പൂർ മേപ്പാടി മലയോര ഹൈവേ ഉന്നതതല യോഗം ചേരുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎ. നിലമ്പൂരിൽ എ+ വിഷനുമായി സംസാരിക്കുകയായിരുന്നു എംഎൽഎ. നിലമ്പൂർ മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്ക് മുഖ്യമന്ത്രി അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും എംഎൽഎ വ്യക്തമാക്കി. വനം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് ഉടൻ തന്നെ ഉന്നതതല യോഗം ചേരുമെന്നും എംഎൽഎ പറഞ്ഞു. 2016 മുതൽ ഈ മലയോര ഹൈവേയുടെ രൂപരേഖ വേറൊരു തലത്തിലേക്ക് മാറ്റാൻ ശ്രമം നടന്നിരുന്നു. അതിനാൽ തന്നെ തുടർ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. ഈ സർക്കാർ വന്ന ശേഷം അടിയന്തര പ്രാധാന്യത്തോടെയാണ് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പരിഗണനയുള്ള വിഷയമായി നിലമ്പൂർ മേപ്പാടി ഹൈവേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് നിലവിൽ കൽപ്പറ്റയിലേക്ക് എത്താൻ 102 കിലോമീറ്റർ സഞ്ചരിക്കണം. ഈ പാത വന്നാൽ ഇത് 48 കിലോമീറ്ററായി കുറയും. ശരിക്കും 1996 നാക്പാക്ക് അതിന് നിർദ്ദേശിച്ചൊരു പാതയാണ്. 2012 ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം PWD എടുത്ത തീരുമാനത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. വയനാട്ടിലേക്കുള്ള ഏറ്റവും ബദൽ പാത, അനുയോജ്യമായ ബദൽ പാത ഇതാണ് എന്ന് രേഖപ്പെടുത്തി. പക്ഷെ പിന്നീട് 2016 മുതൽ നമ്മൾ കാണുന്നത് ഇത് പതുക്കെ വേറൊരു രീതിയിലേക്ക് നീങ്ങുന്നതാണ്. ഇവിടെ ഒന്നും മാറി. രണ്ടാമത് അതിനെ ഒന്ന് പുനർജീവിപ്പിച്ച് കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. കാരണം 102 കിലോമീറ്ററുമാണ് ഇവിടുത്തെ കൽപ്പറ്റ എത്താൻ. ആ 102 കിലോമീറ്ററിന് പകരം 48 കിലോമീറ്റർ കൊണ്ട് കൽപ്പറ്റ എത്തുകയാണ്. നിലമ്പൂരും വയനാടും തമ്മിലൊരു ബന്ധമുണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി ബാംഗ്ലൂരിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്നൊക്കെ വരുന്ന ചരക്ക് ഗതാഗതം കൊച്ചിയിലേക്ക് എത്താൻ 70 കിലോമീറ്റർ ലാഭിക്കുന്ന ഒരു പാത കൂടിയാണ്. ടൂറിസം വികസന രംഗത്തും ഏറ്റവും അനുയോജ്യമായ പാതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എങ്ങനെ നമുക്കിത് സാധ്യമാക്കാൻ കഴിയുമെന്നതിന്റെ വലിയ ആലോചനകളും ചിന്തകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിലമ്പൂരുകാർക്ക് മാത്രമല്ല, ബംഗളൂർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർക്കും 70 കിലോമീറ്ററാണ് കുറയുക. കൂടാതെ വാണിജ്യരംഗത്തും ഏറെ കുതിപ്പുണ്ടാകുമെന്ന് എംഎൽഎ വ്യക്തമാക്കി. നിയമസഭയിൽ നമ്മൾ പ്രമേയം അവതരിപ്പിച്ചു. അതിന് പൊതുമരാമത്ത് മന്ത്രി വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ശ്രീധരേട്ടനുമായും സംസാരിച്ചു. ഇനി അദ്ദേഹത്തെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒക്കെ നമുക്ക് അവരുടെയൊക്കെ സഹായങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഉന്നതതല യോഗം വിളിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. അല്ല, അത് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റും PWDയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു യോഗമായിരിക്കും അത് ഉണ്ടാവുക. അത് എന്നിട്ടാണ് അതിന്റെ ഒരു പ്രപ്പോസലും ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. എ+ വിഷൻ, നിലമ്പൂർ. അഴകിൻ റാണി നീ മഹാറാണി, മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി, മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ.